എല്ലാവർക്കും പവീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ദുബായിലുള്ള ഐക്യയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു സെയിലൊക്കെ നടക്കുന്നുണ്ട്. റംദാൻ്റെ ഒരു ചെറിയ സെയിലൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇവിടെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല പല അളവിലുള്ള ലിവിങ് റൂംസും ബെഡ്റൂംസും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഉള്ള സൗകര്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു വലിയൊരു ലിവിങ് റൂമാണ് ഇവിടെ ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് സോഫയും അതുപോലെ തന്നെ ചെയേഴ്സും സൈഡ് ടേബിളും കോഫി ടേബിളും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വലിയ ഒരു ലിവിങ് റൂമാണ് ഇവരിപ്പോൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലും എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയാസൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ലിവിങ് റൂമിന് വേണ്ട ലൈറ്റും ഒക്കെ ഇവരിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലും ഇതുപോലൊക്കെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഒരു വലിയൊരു ലിവിങ് റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ ഒരു ലിവിങ് കം ഡൈനിങ് ആണ് ഇവരിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 1 BHK ഒരു ഫ്ലാറ്റൊക്കെ ആണെന്ന് വരികിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ലിവിങ് റൂമും അതുപോലെ തന്നെ ഡൈനിങ്ങും ഒരുമിച്ച് തന്നെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് ഇവരിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല എവിടെയൊക്കെ നമുക്ക് കബോർഡൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് അവിടെ ആയിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് അങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല. കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസും പാത്രങ്ങളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 1-2 ബൗൾസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
വന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് ഇട്ട് വെക്കാനുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് വീട്ടിലൊക്കെ വളരെ അത്യാവശ്യം നല്ലപോലെ സ്പേസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങ് ഇങ്ങനെ കവറൊക്കെ അങ്ങ് ഇട്ട് വെക്കാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് വെക്കാനൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. പിന്നെ മാത്രമല്ല, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാനിപ്പോൾ ഇതൊരു 6-7 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കേടൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് വന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ ഒക്കെ ഒരു ടോപ്പ് പോർഷനാണിത്. ഇത് തന്നെ പല മെഷർമെൻറ്റിലുണ്ട്. ഇപ്പം വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട്. അതായത് ടീപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം വർക്ക് ഫ്രം ഹോമും അതുപോലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഓഫീസ് ടേബിളായിട്ടും സ്റ്റഡി ടേബിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന പല മെഷർമെൻറ്റിലുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ പല മോഡലിലുള്ള ലെഗാണ് ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. കാരണം അഡ്ജസ്റ്റബിൾ ഉണ്ട്, പിന്നെ അല്ലാതെ സാധാ ലെഗൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്രൈസ് ടാഗിൻ്റെ താഴെയായിട്ട് അവർ അതിൻ്റെ ആ ഒരു കോഡ് ഇട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവരുടെ വലിയൊരു ഗോഡൗൺ ഉണ്ട്. അവിടെ നിന്നായിരിക്കും നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. അതായത് കോട്ട്, മാട്രസ്, സൈഡ് ടേബിള്, ബെഡ്ഷീറ്റ്, പില്ലോസ് ഒക്കെയാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഫ്ലാറ്റാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കിവിടെ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും സ്റ്റുഡിയോ ഫ്ലാറ്റൊക്കെ ആയിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് മാക്സിമം സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഒക്കെയാണ് ഇപ്പോൾ ഇവർ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത്. അതായത് വാളിൽ പോലും നമുക്ക് എങ്ങനെ നമുക്ക് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു ഐഡിയാസ് ഒക്കെ നമുക്ക് ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് കിഡ്സ് റൂമിന് വേണ്ട ആക്സസറീസ്, ക്രാഡിൽസ്, ബേബി ബെഡ്, ടോയ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഇവിടെ വലിയവരുടെ പോലെ തന്നെ കിഡ്സ് റൂമും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട കബോർഡ്സും സ്റ്റഡി ടേബിളും ബെഡും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും സ്പേസ് ഒക്കെ സേവ് ചെയ്യുന്ന രീതിയിലാണ് ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഈ കോഫിയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബീറ്ററാണിത്. കോഫി മാത്രമല്ല, അത്യാവശ്യം ഒരു കപ്പ് തൈരൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുവാണെന്നരികിൽ ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് നമുക്ക് സീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ ഏകദേശം ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകളും ബൗൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പാത്രങ്ങളുടെയും അതുപോലെ തന്നെ ഹോം ഡെക്കറിന് വേണ്ട ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ കേർട്ടൻസ്, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ, അതൊക്കെയാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കാണാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന സാധനങ്ങളിലൊന്നാണ് ഈ ഒരു സിപ്ലോ കവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കവറാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സിപ്ലോ കവറാണ്. ഇതെന്തായാലും ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ 1-2 ബോക്സ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്.
ൊക്കെ വെക്കാവുന്ന കബോർഡ്സ് ഒക്കെയാണ് ഇതൊക്കെ. നല്ല റാക്കൊക്കെ വെച്ച് നല്ല കബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലാസ്സിലും ഉണ്ട് വുഡിലും ഉണ്ട്. അപ്പോൾ 2 രീതിയിൽ ഇവരിവിടെ ഇത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വേണമെന്ന് വരികിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോഡ് നമ്മൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ താഴെ അവരുടെ ഗോഡൗണിൽ നിന്ന് അവർ നമുക്ക് ഡെലിവറി ചെയ്യും. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെയാണ്. അതായത് നമുക്ക് കുട്ടികളുടെ ബെഡ്റൂമിലൊക്കെ വെക്കാനും ഡൈനിങ് റൂമിലും അല്ലാണ്ട് ലിവിങ് റൂമിലൊക്കെ നമുക്ക് വെക്കാനൊക്കെ പറ്റിയ നല്ല നല്ല ലൈറ്റ്സ് ഒക്കെയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് ചെറിയ ചെറിയ ടൂൾസും ഒക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഹൂക്സ് ഒക്കെയാണ്. നമുക്ക് ഈ ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് തൂക്കിയിടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഹൂക്സാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഈ കിച്ചണിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ ഉള്ള വലിയ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് പല പല മോഡലുള്ള റാക്കാണ്. അതായത് നമുക്കിപ്പോൾ കിച്ചണിൽ വെക്കാം, അതുപോലെ തന്നെ ബെഡ്റൂമിലായിക്കോട്ടെ, ഹാളിലായിക്കോട്ടെ. അപ്പോൾ ബുക്ക് ഷെൽഫ് പോലെയൊക്കെ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു റാക്ക് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് പല പല മെഷർമെൻറ്റിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഹോം ഡെക്കറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതായത് പല പല ഫ്ലേവറിലുള്ള ക്യാൻഡിൽസ്, പിന്നെ നമ്മുടെ നല്ല ഭംഗിയുള്ള ക്യാൻഡിൽ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ നല്ല ഫ്ലവർ വേസ്, ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് ആണെന്ന്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒറിജിനൽ ഫ്ലവേഴ്സ് ഒക്കെയാണ്. പിന്നെ ഇവിടെ നല്ല ബൊക്കെയൊക്കെ ഇവിടെ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇവരുടെ ഒരു വലിയൊരു ഗോഡൗൺ ആണ്. ഈ ഒരു വഴിയാണ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പോർഷൻ മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബാർകോഡ് നമ്മൾ ഇവരുടെ അടുത്ത് കൊണ്ട് കാണിച്ചാൽ ഇവരതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യും. പിന്നെ നമുക്കിത് ഓൺലൈൻ വഴി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷോപ്പിൽ വന്ന് വാങ്ങിക്കണമെന്നില്ല. നമുക്കിതൊക്കെ ഓൺലൈനിൽ നമുക്കിതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഐക്യയിലെ വീഡിയോസൊക്കെ. എന്നെക്കൊണ്ട് പറ്റാവുന്നത് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.